പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ രാജപുത്രിയുടെ അത്ഭുതം നിറഞ്ഞ ചോദ്യം, ഗുൽസനോബർ കഥ. ആ യാത്ര ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങൾ തന്നെ നീണ്ടുനിന്നു. ഏതാണ്ട് 3 മാസം. അങ്ങനെ രാജകുമാരൻ വിശാലമായ മൈതാനിയിൽ എത്തിച്ചേർന്നു. താൻ അതുവരെയും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്ഥലം, സുന്ദരമായ ഒരു പ്രദേശം, കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന ജലം, നിറഞ്ഞ തടാകം, പാൽക്കാരം കെട്ടി നിൽക്കുന്ന വൃക്ഷം. ആകെ കൂടി നോക്കുമ്പോൾ ആ പ്രദേശം രാജകുമാരനെ വല്ലാതെ ആകർഷിച്ചു. ഇനി അല്പം വിശ്രമിക്കാമെന്ന് കരുതി കുതിരയെ അഴിച്ചു മേയാൻ വിട്ടു. തടാകത്തിലിറങ്ങി ഒന്ന് നല്ലവണ്ണം മുങ്ങിക്കുളിച്ചു. അനന്തരം ക്ഷീണം തീർക്കാൻ വേണ്ടി മരത്തണലിൽ വിശ്രമിച്ചു. മന്ദമാരുതൻ്റെ തലോടലേറ്റ് മെല്ലെ നിദ്രയിലേക്ക് വഴുതി വീണു. കുതിരയുടെ അമറൽ കേട്ടാണ് രാജകുമാരൻ നിദ്രയിൽ നിന്നുണർന്നത്. ഇതെന്തു കഥ എന്ന് ചിന്തിച്ച് രാജകുമാരൻ എഴുന്നേറ്റിരുന്നു. ഒരു വലിയ പാമ്പ് വിഷം ചീറ്റിക്കൊണ്ട് തൻ്റെ നേരെ പാഞ്ഞു വരുന്നു. പാമ്പ് നടന്നു വരുന്ന സ്ഥലത്തെല്ലാമുള്ള ചെടികളും വൃക്ഷങ്ങളും കരിഞ്ഞ് ചാമ്പലാവുന്നു. വിഷത്തിൻ്റെ ശക്തി കൊണ്ട് കരിങ്കല്ലുകൾ പോലും പൊടിപൊടിയാകുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്തു ചെയ്യും? ഒരു നിമിഷം ഭയം കൊണ്ട് രാജകുമാരൻ ഒന്ന് പതറി. പെട്ടെന്ന് ധൈര്യം തിരിച്ചു കിട്ടി. ആവനാഴിയിൽ നിന്ന് അസ്ത്രം വലിച്ചെടുത്ത് ആ നാഗത്തിൻ്റെ നേരെ എയ്തു. അതോടുകൂടി അത്ഭുത കടാരിയും പ്രയോഗിച്ചു. അള്ളാഹുവിൻ്റെ കുദറത്തെന്ന് പറയട്ടെ, ആ സർപ്പം ചത്തുവീണു. രാജകുമാരൻ റബ്ബിനെ സ്തുതിച്ചു. പെട്ടെന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് പക്ഷിക്കുഞ്ഞുങ്ങളുടെ കലമ്പൽ കേട്ടു. രാജകുമാരൻ തല ഉയർത്തി നോക്കി. പക്ഷിക്കുഞ്ഞുങ്ങൾ ആനറാഞ്ചി പക്ഷികളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇതായിരിക്കാം ആനറാഞ്ചി പക്ഷികളുടെ താവളം. കുമാരൻ വേഗം ആ സർപ്പത്തിൻ്റെ മാംസപ്പെടുത്ത് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു. ആ കുഞ്ഞുങ്ങൾ വയറു നിറയെ ആഹാരം കഴിച്ചു സുഖമായി കിടന്നിറങ്ങി. രാജകുമാരനും മരത്തണലിൽ സംതൃപ്തിയോടെ കിടന്നു. തൽക്ഷണം നിദ്രയിലേക്ക് വഴുതി വീണു. ഉച്ചതിരിഞ്ഞ് തുടങ്ങുന്നതേയുള്ളൂ. ആനറാഞ്ചി പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമായി കൂട്ടിലേക്ക് മടങ്ങി. സാധാരണ അവരുടെ വരവും കാത്ത് കുഞ്ഞുങ്ങൾ കലപില കൂട്ടി കാത്തിരിക്കാറുള്ളതാണ്. അവരുടെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി? ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ, പെൺപക്ഷി ചോദിച്ചു. ആൺപക്ഷിക്കും സംശയമായി. അവർ നാലുപാടും പരതി കൂട്ടിലേക്ക് കയറുന്നതിന് മുമ്പായി താഴെ കിടന്നിറങ്ങുന്ന മനുഷ്യനെ കണ്ടു. ഒരു മനുഷ്യൻ. ഒരു പക്ഷേ ഇയാളായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തിയിരിക്കുക. പിന്നെ മുന്നും പിമ്പും ആലോചിക്കാൻ ആ പക്ഷികൾ മുതിർന്നില്ല. അവർ അകലെ പറന്നുപോയി ഒരു വലിയ പാറ പിഴുതെടുത്ത് കൊണ്ടുവന്ന് രാജകുമാരൻ്റെ നേരെ ഇടാനൊരുങ്ങി. അപ്പോൾ പെൺപക്ഷിക്കൊരു ബോധോദയം. യഥാർത്ഥ സംഗതി അറിയാതെ ഈ സാഹസത്തിനൊരുങ്ങിയാൽ ഒരുപക്ഷെ പാശ്ചാത്തപിക്കേണ്ടി വരില്ലേ? അവൾ ഇണയോട് പറഞ്ഞു, നോക്കൂ, നമുക്ക് ഈ പാറ താഴേക്കിടുന്നതിന് മുമ്പ് കൂട്ടിലൊന്നു കയറി നോക്കാം. അഥവാ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നാം ചെയ്യുന്നത് വലിയ അപരാധമാവുകയില്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരികയില്ലേ? ഇണയുടെ അപേക്ഷ ആൺപക്ഷി സ്വീകരിച്ചു. അവർ കൂടെ തുറന്നു നോക്കി. അപ്പോഴതാ കുഞ്ഞുങ്ങൾ അതിനകത്ത് ഉറങ്ങുന്നു. പെൺപക്ഷി പെട്ടെന്ന് ആ ബോധോദയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു നിരപരാധി വധിക്കപ്പെടുമായിരുന്നു. ഏതായാലും അതിനിട വന്നില്ലല്ലോ. അവർ രണ്ടുപേരും അള്ളാഹുവിനെ സ്തുതിച്ചു. പക്ഷിക്കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തി. ഇതെന്താ നിങ്ങൾ ഇത്രയും വേഗം ഉറങ്ങിക്കളഞ്ഞത്? അതെ, ഞങ്ങൾക്കിന്നും വയറു നിറയെ ആഹാരം കിട്ടി. എവിടെ നിന്ന്? താഴെ കിടന്നിറങ്ങുന്ന ആ മനുഷ്യനില്ലേ, അയാളാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്. അയാൾ വലിയൊരു സാഹസം കൂടി ചെയ്തു. ഞങ്ങളെ കൊന്നു തിന്നാൻ വേണ്ടി മുന്നിട്ട് വന്ന ഒരു ഘോര സർപ്പത്തെ വധിച്ചു.
അതിൻ്റെ ഇറച്ചിയാണ് ഞങ്ങൾക്ക് ആഹാരമാക്കാൻ തന്നത്. ഇത്രയും കൂടി കേട്ടപ്പോൾ ആനറാഞ്ചി പക്ഷികൾക്ക് ആ മനുഷ്യനോടുള്ള വാത്സല്യം ഏറി വന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ച ഈ മഹാനുഭാവന് എന്തു പ്രതിഫലമാണ് ചെയ്യാൻ സാധിക്കുക? ഈ വിധം ആലോചിച്ചു താഴെ വെയിലിൽ കിടന്നിറങ്ങുന്ന രാജകുമാരൻ ഉണരും വരെ ആ പക്ഷികൾ ചിറക് വിരുത്തി തണലിട്ടു നിന്നു. രാജകുമാരൻ ഉണർന്നു നോക്കുമ്പോൾ ആനറാഞ്ചി പക്ഷികൾ തൻ്റെ തലക്ക് മുകളിൽ വന്ന് ചിറക് വിടർത്തി നിൽക്കുന്നതാണ് കണ്ടത്. ഇതെന്തൊരതിശയം എന്ന് ചിന്തിക്കുമ്പോഴാണ് പക്ഷികൾ താഴോട്ട് ഇറങ്ങി വന്നു. അങ്ങ് ആരാണ്? എവിടെ നിന്ന് വന്നു? ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചതായി അവർ പറഞ്ഞു. ഞങ്ങളെക്കൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും തുറന്നു പറഞ്ഞാൽ മതി, ചെയ്തു തരാൻ തയ്യാറാണ്. പക്ഷികളുടെ വാക്കുകൾ കേട്ട് കുമാരൻ വളരെയധികം സന്തോഷിച്ചു. താൻ പുറപ്പെടാനുണ്ടായ കാരണം വിശദീകരിച്ചു പറഞ്ഞു. എല്ലാം വിശദമായി കേട്ട ശേഷം ആൺപക്ഷി പറഞ്ഞു, താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് തന്നെ കുറേ മൃഗങ്ങളുടെയും ചെറുപക്ഷികളുടെയും വേട്ടയാടി മാംസം ശേഖരിക്കുക. അതുപോലെ 7 തോൽപാത്രം നിറയെ വെള്ളവും 7 കടലുകൾ കടന്നു വേണം മഖാഫിൽ എത്തിച്ചേരാൻ. അവിടെ എത്തുമ്പോഴേക്ക് എനിക്കുള്ള ആഹാരം ഓരോ കടക്കുമ്പോഴേക്കും ഓരോ തോൽപാത്രം വെള്ളവും അതിനനുസരിച്ച് ഇറച്ചിയും എനിക്ക് തരണം. എന്നാൽ ഞാൻ താങ്കളെ എത്തിച്ചു തരാം. പക്ഷി പറഞ്ഞ പ്രകാരം രാജകുമാരൻ ഇറച്ചിയും വെള്ളവും ശേഖരിച്ചു. അടുത്ത ദിവസം തന്നെ അവർ യാത്ര തിരിച്ചു. 7 കടലും കടന്ന് മഖാഫിൽ എത്തിച്ചേർന്നു. പക്ഷി രാജകുമാരനെ അവിടെ ഇറക്കി. ഇനി താങ്കൾ ദൗത്യം നിർവഹിക്കുക. ഞാൻ പോവുകയാണ്. ഇതാ എൻ്റെ തൂവൽ. എന്തെങ്കിലും അത്യാപത്ത് നേരിടുകയോ എന്നെക്കൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത എന്തെങ്കിലും ആവശ്യമുണ്ടാവുകയോ ചെയ്താൽ ഈ തൂവൽ അറിയിച്ചാൽ മതി. തൽക്ഷണം ഞാനിവിടെ എത്തിച്ചേരും. ഇത്രയും പറഞ്ഞ് മംഗളാശംസകളോടെ പക്ഷി യാത്ര ചൊല്ലിപ്പിരിഞ്ഞു.